ആർഷോ അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അദ്ദേഹം വീണ്ടും ഷോയുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ അകത്തായിരുന്നു, ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുൻ ഗവർണറും ആർഷോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം. ഇനി ഈ ഗവർണറുമായും ഇദ്ദേഹം പ്രശ്നത്തിലേക്കാണോ കടക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും ശ്രീജിത്ത്. കാരണം ആർഷോയ്ക്ക് ഗവർണർമാരെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. എനിക്ക് തോന്നുന്നു പിണറായിയുടെ ബലത്തിൽ എന്തും കാണിക്കാം എന്നായിരിക്കും ആർഷോ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് ആർഷോയ്ക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ വഴിയിൽ തടഞ്ഞു വെച്ച് പിന്നെ ഗവർണറെ കാണിച്ചു തരാം, ഗവർണർ ക്യാമ്പസിനടുത്ത് കയറത്തില്ല, കരിങ്കൊടി കാണിക്കും, ഗവർണർ പോകുന്ന വഴിക്ക് പോലീസുകാർ തന്നെ ചോർത്തി കൊടുക്കും പല വിവരങ്ങളും, അതിന് മുന്നിൽ വന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തും ഗവർണർ. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ കൊല്ലത്ത് ഒരു സ്ഥലത്ത് ഗവർണർ വണ്ടി നിർത്തി കസേരയിട്ട് നട റോഡിൽ ഇരുന്നിട്ട് 17 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല, അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ അനങ്ങില്ല എന്ന് പറഞ്ഞ ഇരട്ട ചങ്കുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഗവർണർ സെമിനാർ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ പരിപാടി നടത്താൻ പോകുന്ന പല ക്യാമ്പസുകളിലും വന്ന് അവിടെയൊക്കെ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിച്ച് ഗവർണറെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ചമ്മി നാറിപ്പോകുന്നത് ആർഷോ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർഷോ തുറന്നാൽ ആർഷോയുടെ ഒരു ഇമേജ് തന്നെ പൊളിയുന്ന തരത്തിലാണ് ആർഷോയുടെ പല സംസാരങ്ങൾ, ട്രോളുകൾക്കൊക്കെ. ആർഷോയും ചിന്തോ ജെറോമും ഒക്കെ എപ്പോഴും ഈ കോമഡി പീസുകളായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പറയേണ്ട കാര്യങ്ങളല്ല പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഗവർണർ വന്നു, ആർലേക്കർ. അപ്പോൾ ആർലേക്കർ കൃത്യമായ നിലപാടുകൾ തുടക്കത്തിൽ എടുത്തു. നമ്മുടെ ക്രമസമാധാന നില കൈകാര്യം ചെയ്ത ADGP മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തിയിട്ടാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് കൊണ്ടുപോയ പോലീസുകാരെയൊക്കെ തിരിച്ചിവിടെ തന്നെ കൊണ്ടാക്കിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും ഞാൻ സ്വീകരിക്കാൻ പോകുന്നതായ രീതികൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകില്ല എന്നുള്ളത്. ഒരു പക്ഷേ ആദ്യത്തെ ഒരു വരവ് തന്നെ ആർലേക്കർ ആഭ്യന്തര വകുപ്പിനെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് UGC VC-മാരുടെ നിയമനം ഗവർണർക്കാണ് എന്നുള്ള കൃത്യമായ നിലപാട്. UGC-യുടെ കീഴിലുള്ള കോളേജുകളിൽ VC-മാരെ നിയമിക്കാനുള്ള തീരുമാനം ഇനി ഗവർണർക്കാണ് എന്നുള്ള കൃത്യമായ നിലപാട് UGC എടുത്തു. ഈ നേതൃത്വത്തിൽ വന്നതിന് ശേഷം SFI പല ക്യാമ്പസുകളിലും പരാജയപ്പെടുന്നു, അതിന്റെ ഇമേജ് തന്നെ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയല്ലോ. തീർച്ചയായിട്ടും SFI എന്ന് പറയുന്നത്, പണ്ടൊക്കെ SFI എന്ന് പറയുന്നത് ഈ എല്ലാ യുവജന സംഘടനകളും എന്തിനാണ് കോളേജുകളിൽ നടക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായും അവരുടെ ഉന്നമനത്തിനുമൊക്കെയായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഈ കോളേജിൽ വരുന്ന യുവജന സംഘടനകൾ എന്ന് പറയുന്നത്. ഇവിടെ SFI എന്ത് മലമറിപ്പാണ് ഇവിടുത്തെ കോളേജുകളിൽ നടത്തിയിട്ടുള്ളത്? അക്രമ രാഷ്ട്രീയം അല്ലാതെ എന്ത് മലമറിച്ചാണ് ഇവിടെ SFI നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങോട്ടൊരു കുത്തു കുത്തിയാൽ തിരിച്ചിങ്ങോട്ട് 4 കുത്ത് അവർ കുത്തും. ഇനി എല്ലാ യുവജന സംഘടനകളും അങ്ങനെ തന്നെ, ഞാൻ SFI മാത്രം പറയുന്നതല്ല. പക്ഷെ SFIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരം ഭരിക്കുന്ന സർക്കാരിൻ്റെ യുവജന പാർട്ടി ആയതുകൊണ്ട് അവരെന്തോ ഭയങ്കര സംഭവമാണ്. ആർഷോ ഒന്ന് വിരൽ ഞൊടിച്ചാൽ കേരള പോലീസ് മുഴുവൻ ആർഷോയുടെ വീടിന് മുന്നിൽ സല്യൂട്ട് അടിച്ച് നിൽക്കും. പോലീസ് പിടിച്ചു കയറ്റുന്നത്. കാരണം ആർഷോയുടെ കളി കൂടിപ്പോയാലും ആഭ്യന്തരം പറയും, പിടിച്ചവനെ വല്ല ജയിലിലും അടക്കി, അവന് നട്ടപ്പാതിരാക്കി അവന് ഭ്രാന്തളവി കിടക്കാണ്. സ്വാഭാവികമായിട്ട് ആർഷോയുടെ ചില പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവന് ഉച്ചഭ്രാന്താണ് ഇവിടെ എന്ന് തോന്നിപ്പോവും. അവൻ്റെ ആർഷോയുടെ ചില നിലപാടുകളും ചില വർത്തമാനമൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ അങ്ങനെ തോന്നിപ്പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ VC-യെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർഷോ കേരള സർവകലാശാലയുടെ മുന്നിൽ ഷോ കാണിക്കാനായി എത്തിയത്. കുറച്ച് ദിവസമൊക്കെ സമരം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവർണറാണല്ലോ VC-യെ നിയമിക്കുന്നത്. അപ്പോൾ ഗവർണർ കൃത്യമായ നിലപാട് പറഞ്ഞു. ഈ സമരം എന്തിനാണ്, കൃത്യമായ നടപടി എന്താണ് എടുത്തിട്ടുള്ളത്, എല്ലാത്തിൻ്റെയും കൃത്യമായ തീരുമാനം എനിക്ക് ഉടനടി വേണമെന്ന് ഗവർണർ പറഞ്ഞ് നാക്കകത്തിടുന്നതിന് മുന്നേ പോലീസിന്റെ പണി ചെയ്തു, എല്ലാത്തിനും അടിച്ചോട്ടിച്ച് ആർഷോയെ തൂക്കി അകത്തിട്ടു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ആർഷ അടങ്ങില്ല. ക്യാമ്പസുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ തകർക്കാനുള്ള ഇത്തരം ഗൂഢാലോചനകൾ, ഇത്തരം നീക്കങ്ങളൊന്നും വച്ചു പൊറപ്പിക്കില്ല എന്നാണ് ആർഷോ പറയുന്നത്. മുൻകാലങ്ങളിലെല്ലാം ഈ SFIയുടെ സമരങ്ങളെല്ലാം നമുക്ക് തന്നെ ശ്രദ്ധിച്ചാലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരിക്കും. അതെ, ഇന്നലെ ഒരു ആർഷോയുടെ ഷോ മാത്രമായി ചുരുങ്ങിയല്ലേ ഈ സമരം? തീർച്ചയായിട്ടും ആർഷോയ്ക്ക് ഇനി എന്താ പറയുക, ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെ പോലെയും ചിന്തോ ജെറോമിനെ പോലെയും ഒക്കെ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ അല്ലെങ്കിൽ CPM-ലേക്ക് വരണ്ടേ,
അപ്പോൾ ഇപ്പൊ ആർഷയെ കുറെ നാളുകളായി നമ്മൾ കാണാനില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സൃഷ്ടിച്ച് 10 ആളെ മുന്നിൽ 2 അടിയെങ്കിലും പോലീസിന്റെ നിന്ന് കിട്ടിയാലല്ലേ ആർഷോയ്ക്കെതിരെ ആർഷോയുടെ അടുത്ത് ബൈറ്റ് എടുക്കാൻ മാധ്യമങ്ങൾ തമ്മിലടിക്കൂ. ആർഷോയെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്ന് വന്നാലല്ലേ ആർഷോ ജീവിച്ചിരിപ്പുണ്ടെന്ന് CPM-കാർക്ക് തന്നെ മനസ്സിലാവൂ. എന്നാൽ പിന്നെ അവൻ 4 അടി കൊണ്ടതല്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നെ കമ്മിറ്റിയിൽ എടുക്കാൻ എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ തോന്നണമെങ്കിലും ആർഷോയെ ഒന്ന് കാണണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസമുള്ള ആളാണ്, മഹാരാജാസിലല്ലോ പഠിക്കുന്ന വിദ്യാർത്ഥി. വിദ്യാഭ്യാസം നമ്മൾ പറയണ്ട. എങ്ങനെയാണ് ആർഷോയ്ക്ക് ഡിഗ്രി കിട്ടിയെന്ന്? ആർഷോ പരീക്ഷ എഴുതാതെ ജയിച്ച മനുഷ്യനാണ്. അങ്ങനെ ഭയങ്കര കഴിവുള്ള ആളുകളാണ് ഇവരൊക്കെ. CPM-ൽ പൊതുവേ ഇപ്പോൾ ചിന്താ ജെറോമിനെ എടുത്താൽ തന്നെ വാഴക്കുലയുമായി ബന്ധപ്പെട്ടുള്ള PhD, ഭയങ്കര വിദ്യാഭ്യാസം വിവരവുമാണ്. മേയർ ആര്യ രാജേന്ദ്രൻ IAS ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇംഗ്ലീഷ് പറഞ്ഞു കേട്ട് എന്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറയുന്ന ഇംഗ്ലീഷ് കേട്ടാൽ നമ്മൾ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇവർ പഠിപ്പിച്ച പിള്ളേരുടെ ഗതി എന്താവുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, കൃത്യമായ ഒരു നിലപാട്. BC-കളുടെ നിയമനം കൃത്യമല്ല, പിൻവാതിൽ നിയമനമാണ്. ഏത് പൊട്ടനും BC-യുടെ തലപ്പത്തേക്ക് BC ആകാം എന്നുള്ള ഒരു രീതി വന്നപ്പോഴാണ് UGC അതെടുത്ത് ഗവർണറുടെ കയ്യിൽ കൊടുത്തത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ തെളിച്ച ഒരു വഴിയുണ്ട് ഈ കേരള സർവകലാശാലകൾ. സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾ കൊണ്ടല്ലേ ഇപ്പോൾ അടുത്ത യുവതലമുറ മുഴുവനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയെല്ലാം. അതല്ലേ ഇത്തരം തെറ്റായ നിലപാടുകൾ കൊണ്ടും ഈ പ്രത്യേകിച്ച് SFI പോലുള്ള സംഘടനകളുടെ ഈ നിരന്തരം ശല്യങ്ങൾ കൊണ്ടെല്ലാം അല്ലേ ഈ സംഭവങ്ങൾ നടക്കുന്നു. ഈ ഇപ്പൊ ശ്രീജിത്ത് ചോദിച്ചതുകൊണ്ട് ഒരു അനുഭവം പറയാം. എനിക്കറിയാന്നുള്ള ഒരു കൊച്ച്, ഒരു 20 വയസ്സ്, തിരുവനന്തപുരത്ത് ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ആ കോളേജ് ഭരിക്കുന്നത് SFI ആണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, കോളേജാണ്, രാഷ്ട്രീയമൊക്കെ ഉണ്ടാകും, ഒരു രാഷ്ട്രീയത്തിലും ചെന്ന് തലവെച്ച് കൊടുക്കരുത്, നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഫുട്ബോളോ വോളിബോളോ അല്ലെങ്കിൽ പാട്ടോ ഡാൻസ് അതൊക്കെ ഓക്കെ. അതിലപ്പുറം ഒരു രാഷ്ട്രീയത്തിലേക്ക് പോയാൽ നമ്മുടെ ലൈഫ് ഇല്ലാതാവും. കാരണം മുൻനിരയിൽ നിൽക്കുന്നവന്മാരൊന്നും അടി വാങ്ങില്ല, കിട്ടുന്നത് മുഴുവൻ പിൻനിരയിൽ നിൽക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതം പോവും, വിദ്യാഭ്യാസം പോവും, ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നീട് പലരും ഗുണ്ടകളായൊക്കെ കൊട്ടേഷൻ ടീമൊക്കെ മാറുന്ന കാഴ്ചകളുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ച് എന്നോട് പറഞ്ഞതാണ്, എനിക്ക് SFIയോടോ അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയത്തോട് പോലും താല്പര്യമില്ല, പക്ഷേ SFIക്കൊപ്പമല്ല നിൽക്കുന്നത് എന്ന് കണ്ടാൽ അവർ ഒരുപക്ഷെ ആ കോളേജിൽ പഠിക്കാൻ അനുവദിക്കില്ല, കള്ളക്കേസുകളിലൊക്കെ കുടുക്കി അകത്താക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേരിന് വേണ്ടി ഇവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വെറുതെ ചെന്ന് നിൽക്കാറുണ്ട്. ഇവർ പറയുന്ന വലിയ വലിയ വാക്കുകൾ കേട്ട് കൈയടിക്കാറുണ്ട്. പലപ്പോഴും ഇവർ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരവും വിഡ്ഢിത്തവുമാണെന്ന് മനസ്സിലായാൽ പോലും 3 വർഷം അവിടെ നിന്ന് പഠിച്ചിറങ്ങണം. അതിനുവേണ്ടി ഇവന്മാർ പറയുന്ന എല്ലാ മണ്ടത്തരത്തിനും കൈയടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് ഈ കൊച്ചു വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ യുവജന സംഘടനകളെക്കുറിച്ച് വളർന്നു വരുന്ന യുവതലമുറയ്ക്കുള്ള ഒരു ബോധമാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇവന്മാരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, പക്ഷേ ഇവന്മാരോട് ഇടഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കില്ല. വിദ്യാഭ്യാസം അതെ, നമ്മൾ വെറ്ററി സിദ്ധാർത്ഥന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ എങ്ങാണ്ട് കണ്ടതാണ്, പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ 4 or 5 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിക്കാതെയാണ് എൻ്റെ മകൻ മരിച്ചത്. അവൻ്റെ വിദ്യാഭ്യാസത്തിനും അവൻ്റെ നല്ല ജീവിതത്തിനും അവന് ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ പ്രവാസിയായി ജോലി ചെയ്തത്. എന്നിട്ട് എൻ്റെ മകനെ 4 ദിവസം ആഹാരം കൊടുക്കാതെ ഇവന്മാർ കൊല്ലാക്കൊല ചെയ്ത് കൊന്നു കളഞ്ഞില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പൊ SFI കേരളത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആർഷോയെ പോലുള്ള കുറെ ഒരു കാര്യമില്ലാത്ത കുറെ നേതാക്കന്മാർ വന്ന് കുറെ ഷോ കാണിക്കും. അതൊന്നും ഇവിടെ ഇപ്പോൾ പിന്നെ ഭരിക്കുന്നത് CPM ആണെങ്കിൽ ഇവിടുത്തെ ഗവർണറുടെ ഒന്നും അടുത്ത് ഈ വേലകളൊന്നും വിലപ്പോവില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ആർഷോയെ പോലെയുള്ള 35 വയസ്സായാലും ഇവർക്കൊക്കെ യുവ നേതാക്കളാണ്. ശരി, അങ്ങനെ തന്നെ 50 വയസ്സായാലും ആർഷോയും രാഹുൽ ഗാന്ധിയൊക്കെ യുവ നേതാക്കൾ തന്നെയാണ്. യുവ നേതാക്കൾ നിങ്ങൾക്ക് പിന്നാലെ നിൽക്കുന്ന ഒരു തലമുറയുണ്ട്. അവർക്ക് നല്ലത് കാണിച്ചു കൊടുത്ത് അവരെ നേർവഴിക്ക് നയിച്ചില്ലെങ്കിൽ കേരളത്തിലെ യുവാക്കൾ മുഴുവൻ UK-യിലും അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ പോയി ജോലി വാങ്ങി സെറ്റിൽഡായി കേരളം അവർ മറക്കുക തന്നെ ചെയ്യും എല്ലാ കാലവും. അതിനൊന്നും ആർഷോയെ പോലുള്ളവർ എന്താ പറയുക, ഒരു പിന്നെ മുന്നിൽ അത്തരം കാര്യങ്ങൾക്ക് ആർഷോയെ പോലുള്ളവർ മുന്നിൽ നിൽക്കാതെ ഒരു പാഠമായി, ഒരു മാതൃകയായി കാണിക്കൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.